പ്രൈസ് ദി ലോർഡ്. हालेलुया। ഏവർക്കും കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. सबको यीशु मसीह के नाम में हमारा जय मसीह की। ദൈവവചനമായിട്ട് നമുക്ക് വീണ്ടും ആയിരിക്കാൻ ഇടയാക്കുന്നതിൽ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. परमेश्वर को धन्यवाद करते हैं कि एक बार और वचन के साथ हमें यहाँ पे आने का मौका मिला। വളരെ താല്പര്യത്തോടെ വചനം പഠിക്കുന്ന ഏവർക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. बड़ी दिलचस्पी के साथ परमेश्वर का वचन सीखने वाले हर एक को हम प्रेम भरा नमस्कार देते हैं। യുഗങ്ങളിലൂടെയുള്ള ദൈവിക പദ്ധതി എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ തുടർന്നും പഠിക്കുകയാണ്. युगों में परमेश्वर की योजना नामक इस अध्ययन को हम जारी रख रहे हैं ഇതിൽ നിത്യത മുതൽ നിത്യത വരെയുള്ള വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. और इनमें जितने भी विषय हैं वो अनंतता से अनंतता तक बीच में आने वाले विषय हैं പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമേ നമ്മളിൽ പഠന വിഷയങ്ങളാകുന്നു. और उनमें से केवल कुछ चुनिंदा मुख्य विषय ही हम यहाँ पर अध्ययन में ले रहे हैं। കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परम यीशु मसीह के नाम को महिमा मिलने पाए। നമ്മുടെ അടുത്ത പഠന വിഷയം വിശ്വാസികൾക്ക് ലഭിക്കുന്ന 7 പദവികളെ കുറിച്ചാണ്. हमारा अगला विषय विश्वासियों को मिलने वाले 7 सौभाग्यों के बारे में। അതില് ഒന്നാമത്തെ വിഷയം നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞതാണ്. और उसका जो पहला विषय है हमने पहले ही पढ़ लिया है। അത് യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും സഭയുടെ ഉൽപ്രാപണവും എന്നുള്ള വിഷയമായിരുന്നു. और वो यीशु मसीह के पुनरागमन और कलीसिया के उठाए जाने के बारे में था। അതല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസികൾ രൂപാന്തരം പ്രാപിക്കും എന്നുള്ള വിഷയമായിരുന്നു. या फिर दूसरे शब्दों में यूं कहें कि विश्वासी लोग रूपांतरित होकर उठा लिए जाएंगे। ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്. और हमने फिलिपियों 3:21 में उसके बारे में पढ़ा। വിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന 7 അനുഗ്രഹ പദവികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ विश्वासियों को मिलने वाले 7 सौभाग्यों के बारे में जब हम सोचते हैं विचारते हैं, രണ്ടാമത്തെ വിഷയം दूसरा विषय വിശ്വാസികൾ യേശുവിനോടൊപ്പം ഇരിക്കും എന്നുള്ളതാണ്. वो ये है सौभाग्य कि विश्वासी यीशु मसीह के साथ में बैठेंगे। അതിനാധാരമായ വേദവാക്യം और उसके लिए परमेश्वर के वचन का भाग യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യം. यूहन्ना 14:3 है। അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. वहां पे इस प्रकार लिखा है। യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഒരു വാഗ്ദത്തം ആണല്ലോ. यीशु मसीह ने अपने चेलों को एक ऐसा वायदा दिया, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ मैं जाकर तुम्हारे लिए जब जगह तैयार कर लूं, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. तो मैं तुमको दोबारा ले जाऊंगा कि जहां पर मैं हूं तुम्हें भी रखूं, तुम्हें भी बिठाऊं। ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന്, जहां पर मैं बैठा हूं, जहां पर मैं रहता हूं, वहां पर तुमको भी लाकर बिठाऊं। അതിനർത്ഥം വിശ്വാസികൾ യേശുവിനോടൊപ്പം ഇരിക്കും എന്നുള്ളതാണ്. तो उसका अर्थ है यही है कि हम विश्वासी लोग यीशु मसीह के साथ में बैठेंगे। സൗഭാഗ്യകരമായ ഒരു കാര്യമാണ്. वो कितने बड़े सौभाग्य की बात है। നാം കർത്താവിനോട് കൂടെ ഇരിപ്പാൻ തക്കവണ്ണം അവൻ നമ്മെ അനുവദിക്കുന്നു. वो हमको अपने साथ बैठने की अनुमति देता है। ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ यदि आज हम दुनिया की ओर नजर दौड़ाएं, അനേകർക്കും തങ്ങളുടെ കസേര വലുതാണ്. हर एक के लिए अपनी कुर्सी बड़ी होती है। അതില് അടുത്തിരുത്താനോ അല്ലെങ്കിൽ ഒന്നിരുത്താനോ അല്ലെങ്കിൽ ഒപ്പം ഇരുത്താനോ ഒന്നും ആർക്കും ഇഷ്ടമല്ല. उसके हमारे करीब किसी को बिठाने या थोड़ा सा एक बार उनको वहां बिठाने के लिए कोई भी तैयार नहीं होता है। തങ്ങളുടെ കസേര മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. हर कोई अपनी कुर्सी को जकड़कर पकड़े होते हैं। തങ്ങളെ അനുഗമിക്കുന്നവർ അല്ലെങ്കിൽ തങ്ങളോടൊപ്പം ഉള്ളവർ കുറച്ച് ദൂരെ ഇരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. और वो हमेशा चाहते हैं कि उनके पीछे चलने वाले या दूसरे लोग उनसे थोड़ा दूर होकर बैठें। അതാണ് ലോകത്തിലെ മനുഷ്യരുടെയും പിന്നെ നമ്മളെ ആത്മമണ്ഡലത്തിലും ഒക്കെ കാണാൻ കഴിയുന്നത്. और ये हम संसार में देख सकते हैं और आत्मिक लोगों के बीच में भी ऐसा हम देख सकते എന്നാൽ हैं। യേശുവിന് താൻ ഇരിക്കുന്ന ഇടത്ത് തന്റെ ജനത്തെ ഇരുത്തുവാൻ ഇഷ്ടമാണ്. लेकिन यीशु मसीह अपने लोगों को अपनी जगह पर बिठाना पसंद करते അത് हैं। വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു വലിയ പദവിയല്ലേ. और ये विश्वासियों को मिलने वाला सबसे बड़ा सौभाग्य है। തീർച്ചയായിട്ടും ആ പദവിയിൽ നാം പ്രവേശിക്കും. और उस सौभाग्य को हम सब लोग जरूर पाएंगे। അത് നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. और ये हमारे लिए गर्व की बात है। മൂന്നാമത്തെ കാര്യം, तीसरी बात, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വിശ്വാസികൾ അവരുടെ പ്രവൃത്തികൾക്കുള്ളതായ പ്രതിഫലം അവർ പ്രാപിക്കും. मसीह के सिंहासन के सामने खड़े होकर विश्वासी अपने किए गए कार्यों के प्रतिफलों को पाएंगे। ആധാരമായ വാക്യം उसके लिए मूलभूत वचन 2 കൊരിന്ത്യർ 5:10 വാക്യമാണ്. दूसरा कुरिन्थियों 5:10 है। അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. वहां पर हम इस प्रकार पढ़ते हैं, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും
चाहे जिसने अपने अपने शरीर में जो भी किया हो वो चाहे अच्छा हो തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് या बुरा हो, उसके अनुसार फल पाने के लिए നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. हम सबको मसीह के सिंहासन के सामने खड़े होना पड़ेगा। തന്നെയുമല്ല അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, इतना ही नहीं है, वहां ऐसा भी लिखा है, എല്ലാ പ്രവൃത്തികളും തീയാൽ ശോധന ചെയ്യും. सारे कामों की जांच आग के द्वारा होगी। 1 കൊരിന്ത്യർ 3:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ पहला कुरिन्थियों 3:11 से 15 जब हम पढ़ते हैं, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റെന്തിടുവാൻ ആർക്കും കഴിയുകയില്ല. यीशु मसीह नामक उस नींव के अलावा दूसरी कोई और नींव नहीं डाल ആ सकता। അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. और यदि उस नींव के ऊपर कोई भी सोना चांदी या बहुमूल्य पत्थर या लकड़ी काठ या घास से यदि अपने अपने कार्य वहां पे वो रखते हैं ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. तो वो दिन साबित कर देगा, उस आग में प्रकट हो जाएगा। ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. आग खुद ही जांचेगी कि हर एक का काम कैसा है। ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. यदि किसी का काम उस आग में भी बना रहता है तो उसको प्रतिफल मिलेगा। ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. लेकिन यदि उसका काम जलकर राख हो गया तो उसे वहां पर नुकसान താനോ होगा। രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. वो खुद उद्धार पाएगा लेकिन आग के द्वारा ही पाएगा। ഇതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? इसका मतलब क्या है? ചിലർ പ്രതിഫലം പ്രാപിക്കുമ്പോൾ कुछ लोग जब प्रतिफल पाएंगे വേറെ ചിലർക്ക് പ്രതിഫലം നഷ്ടമാകുമെന്നും ഇവിടെ तो कुछ വ്യക്തമാക്കിയിരിക്കുന്നു. लोगों के प्रतिफल उनके हाथों से चूक जाएंगे അങ്ങനെയുള്ളവർ നിത്യം ലജ്ജിതരായി കഴിയേണ്ടി വരും. और ऐसों को हम अनंतता तक लज्जित होकर जीना पड़ेगा। തന്നെയുമല്ല, इतना ही नहीं, പ്രാപിക്കുന്ന ആ തേജസ്സിനെ കുറിച്ച് പറയുമ്പോൾ उस पाने वाली महिमा के बारे में जब हम पढ़ते हैं, ചിലർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും ശോഭിക്കുമെന്ന് ദാനിയേൽ 12:2 വരെയുള്ള വേദഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നു. रोमियो 12 के 2 से 3 में हम देख सकते हैं कि हमेशा के लिए वो ऐसा लो पाएंगे। ഓരോരുത്തരും പ്രാപിക്കുന്ന തേജസ്സിന് വ്യത്യാസമുണ്ടായിരിക്കുന്ന അർത്ഥം. हर कोई मिले हुए तारों की चमक में चमकेंगे, हर एक को अपनी अपनी चमक मिली है। അത് ആ കാര്യം തന്നെ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. और यही बात पौलुस कोरिन्थियों की पत्री में लिखता है। സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. सूरज की प्रभा अलग है, चंद्रमा की प्रभा अलग है, तारों की रोशनी अलग है। തേജസ്സുകൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. रोशनियों में भी आपस में अंतर है। അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന്റെ പ്രവൃത്തിക്കനുസരിച്ചായിരിക്കും അവർക്കിടെ തേജസ്സും പ്രതിഫലവും ഒക്കെ ലഭിക്കുന്നത്. अपने शरीर में उन्होंने जो भी काम किए उसी के अनुसार उनको उनकी महिमा या रोशनी का प्रतिफल मिलेगा। പ്രതിഫലം നൽകുന്നതിന്റെ ചില മാനദണ്ഡങ്ങളും അടിസ്ഥാനപ്പെട്ടിരിക്കും. और प्रतिफल मिलने के कुछ आधार, उसके मापदंड भी दिए गए हैं। മാനദണ്ഡങ്ങൾ എന്താണെന്ന് നമുക്ക് അല്പമായിട്ടും ചിന്തിക്കാം. आइए हम संक्षेप में देखते हैं कि वो मापदंड, वो पैमाने क्या क्या हैं। വാക്യങ്ങളെല്ലാം എടുത്ത് ഇവിടെ വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. सभी परमेश्वर के वचन के भागों को मैं बताना नहीं चाहता हूं। വേദപുസ്തകം തുറന്ന് അത് വായിച്ചു നോക്കാവുന്നതാണ്. हम बाइबल को खोलकर इनको पढ़कर देख सकते हैं, കാരണം അതിന് കൂടെ ചേർന്ന വാക്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. क्योंकि मैं जैसे ही मेरे कथन के साथ में उसके संदर्भ भी बता रहा हूं। അതിന്റെ ഒന്നാമത്തെ കാര്യം, पहली बात, മാനദണ്ഡത്തിലെ ഒന്നാമത്തെ കാര്യം, पैमाने का पहला पैमाना, നാം എങ്ങനെ മറ്റു വിശ്വാസികളോട് പെരുമാറി. हमने दूसरे विश्वासियों के साथ कैसा बर्ताव किया। എബ്രായ ലേഖനം 6-10 വാക്യത്തിലാണ് അത് കാണുന്നത്. इब्रानियों 6:10 में उसे हम देख सकते हैं। രണ്ടാമത്തെ കാര്യം, दूसरी बात, ദൈവം നമുക്ക് നൽകിയതായ കഴിവുകൾ, परमेश्वर ने जो हमें योग्यताएं दी थी, അത് ജന്മനാലുള്ളതാകട്ടെ, वो चाहे जन्म सिद्ध हो അതല്ല പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചതാകട്ടെ, या पवित्र आत्मा के द्वारा बाद में मिली हो, കൃപാവരങ്ങൾ എന്തു തന്നെയാകട്ടെ, वरदान कुछ भी क्यों ना हो, നമ്മൾ അതിനെ എങ്ങനെ വിനിയോഗിച്ചു. हमने उनका उपयोग कैसे किया। 2 തിമോത്തിയോസ് 1:6, दूसरा तिमुथियुस 1:6 1 കൊരിന്ത്യർ 12:41 മുതൽ और पहला कुरिन्थियों 12 का 41 से और 41 से 1 പത്രോസ് 4:10.
आगे और ये पहला पत्रस 4:10 ഈ വാക്യങ്ങൾ എടുത്ത് വായിച്ചാൽ മതിയാവും. और इन सभी वाक्यों को पढ़ेंगे तो समझ में आएगा। മൂന്നാമത്തെ മാനദണ്ഡം എന്നത് तीसरा पैमाना, നമുക്ക് ദൈവം തന്ന പണം നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു, परमेश्वर ने जो हमें धन दिया उसका हमने इस्तेमाल कैसे നമ്മൾ किया, എങ്ങനെ അത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നൽകി, हमने प्रभु की सेवा के लिए उसे कैसे दिया, എത്രമാത്രം നൽകി, कितना दिया। അതെല്ലാം അടിസ്ഥാനമാക്കിയുള്ള മാനദണ്ഡം അത് തീർച്ചയായിട്ടും പണത്തിന്റെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചുള്ള മാനദണ്ഡം കണക്കാക്കപ്പെടുന്നതാണ്. और वहाँ पे वो पैमाना हमारे पर जरूर नापा जाएगा कि हमने उस सब का कैसे उपयोग किया। 1 തിമോത്തിയോസ് 6:17-19 വാക്യങ്ങൾ, पहला तीमुथियुस 6:17-19, മത്തായി 6:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചാൽ മനസ്സിലാകും. मत्ती 6:19-21 में हम उसे देख सकते हैं। നാലാമത്തത് നമുക്ക് ദൈവം തന്ന സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനമുണ്ടായി. और चौथा एक पैमाना ये होगा कि हमको मिले हुए समय का हमने कैसे उपयोग किया, അതിന് ആധാരം എഫെസ്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യമാണ്. और उसका आधार इफिसियों की पत्री 5वां अध्याय है। അഞ്ചാമത്തെ കാര്യം നമ്മൾ എത്ര പേരോട് സുവിശേഷം പറഞ്ഞു എത്ര പേരെ യേശുവിനായി നേടി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായി. और 5वां हमने कितने लोगों को सुसमाचार सुनाया, कितने लोगों को हमने मसीह के लिए जीता। ദാനിയേലിന്റെ പുസ്തകം 12:3, दानियल 12:3, 1 തെസ്സലോനിക്കർ 2:19-20 വാക്യങ്ങളിൽ നിന്ന് 1 മനസ്സിലാക്കാവുന്നു. थिस्सलुनीकियों 2:19 और 20 में देख सकते हैं। ആറാമത്തെ കാര്യം എന്നത് പറയുന്നത് और छठवीं बात, വിശ്വാസത്തിന്റെ വന്ന ശേഷം അതിന്റെ നമ്മൾക്ക് നേരിടാവുന്ന പരിശോധനകളോട് നമ്മൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതിന്റെ വെളിച്ചത്തിലായി. विश्वास में आने के बाद में जितने भी विरोध आए उन विरोधों में हमारी प्रतिक्रिया कैसी रही। യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. याकूब 1:2-3 में हम उसे पढ़ सकते हैं। അടുത്തത് യേശുവിന് വേണ്ടി എത്രമാത്രം നാം കഷ്ടം സഹിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായി. हमने यीशु के लिए कितना कष्ट सहा। മത്തായി സുവിശേഷം 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ കാണാം. मत्ती का सुसमाचार 5वां अध्याय 11 और 12 में हम उसके बारे में पढ़ सकते हैं। എട്ടാമത്തെ കാര്യം, 8वीं बात, നമ്മൾ ദൈവജനത്തോടും ദൈവവചനത്തോടും നാം എത്രമാത്രം സത്യസന്ധരായിരുന്നു. परमेश्वर के लोगों के प्रति और वचन के प्रति हम कितने विश्वास योग्य रहे, सच्चे रहे। 1 പത്രോസ് 5:2-4 വരെയുള്ള വാക്യങ്ങൾ, पहला पत्रस 5:2-4, 2 തിമോത്തിയോസ് 4:2 വാക്യങ്ങൾ. दूसरा तिमुथियुस 4:2। ഈ മാനദണ്ഡങ്ങളെല്ലാം വെറുതെ നമുക്ക് പ്രതിഫലമൊന്നും കിട്ടുകയല്ല. ये हमको प्रतिफल यूं ही हमको नहीं दे दिए जाएंगे। വെറുതെ അത് എന്നാ നിനക്കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് തരികയല്ല. चलो ले तू भी रख ले कह के वो हमको कोई प्रतिफल नहीं देगा। തീർച്ചയായിട്ടും ചില മാനദണ്ഡങ്ങൾ അവിടെ അടിസ്ഥാനരേഖയായിരിക്കും. देने के मापदंड होंगे, पैमाने वहां पे നമ്മൾ निर्धारित होंगे। ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. और वहां पे इस प्रकार लिखा है कि शरीर में जो जो काम किए हैं उनके अनुसार हम प्रतिफल पाएंगे। നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളിൽ हमारे मिलने वाले प्रतिफलों में 5 കിരീടങ്ങൾ ഉണ്ട്. 5 मुकुट भी शामिल है। ഇത് വേദപുസ്തകം വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. और पवित्र शास्त्र उनको बड़े स्पष्ट तौर पे बताता है। ഇത് 5 കിരീടങ്ങൾ ആർക്കൊക്കെയാ കൊടുക്കുന്നതെന്നും അതിൽ വേദവാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ और സാധിക്കും. जब हम वचन का भाग पढ़ेंगे तो पता चल जाएगा कि ये मुकुट किन किन लोगों को मिलेंगे। ഒന്നാമത്തെ കിരീടത്തിന്റെ പേര് पहले मुकुट का नाम വാടാത്ത കിരീടം എന്നാണ്. नहीं मुरझाने वाला मुकुट है। 1 കൊരിന്ത്യർ 9:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. पहला कुरिन्थियों 9:25-27 में उसे पढ़ सकते हैं। അത് നമ്മൾ ആർക്കാണെന്ന് വെച്ചാൽ ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ പഴയ സ്വഭാവത്തെ ജയിച്ചവർക്കാണ് അത് ലഭിക്കുന്നത്. ये किन लोगों को मिलेगा? उन्हें जिन्होंने अपने पुराने स्वभाव पर जय पाई है। രണ്ടാമത്തെ കിരീടം എന്ന് പറയുന്നത് दूसरा मुकुट പ്രശംസാ കിരീടമാണ്. वो अभिनंदनीय एक मुकुट है। അങ്ങനെ തന്നെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. और बाइबल में इसी प्रकार लिखा है। 1 തെസ്സലോനിക്കർ 2:19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. पहले थिस्सलुनीकियों 2:19-20 में। അത് ആത്മാക്കളെ നേടുന്നവർക്കാണെന്ന് നമ്മൾ സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാവും. और जब हम पढ़ते हैं तो पता चलता है कि आत्माओं को जीतने वालों को ये सराहना का मुकुट मिलता है। മൂന്നാമത്തെ കിരീടം എന്ന് പറയുന്നത് तीसरा मुकुट ജീവകിരീടം എന്നറിയപ്പെടുന്നു. जीवन का मुकुट है। യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം, याकूब 1:12, വെളിപ്പാട് പുസ്തകം 2-10 വാക്യം. प्रकाशित वाक्य 2:10। അത് പരീക്ഷകളെ ജയിച്ചവർക്കും രക്തസാക്ഷികൾക്കും ലഭിക്കുന്ന കിരീടമാണ്. जांचों पर जय पाने वाले और शहीद होने वालों के लिए ये मुकुट रखा गया ജീവന്റെ है। കിരീടം അവർക്ക് നൽകും. Praise the Lord. ऐसा जीवन का मुकुट उन्हें मिलेगा। നാലാമത്തെ കിരീടം എന്നത് നീതിയുടെ കിരീടം എന്നുള്ളതാണ്. और चौथा मुकुट धार्मिकता का मुकुट है। 2 തിമോത്തിയോസ് 4:8 വാക്യം. दूसरा तिमुथियुस 4:8। അതിന്റെ ഒന്നുകൂടെ ആഴമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ जब उसकी गहराई में हम जाते हैं, അതായത് കർത്താവിന്റെ പുനരാഗമനവും സഭയുടെ
ഉൽപ്രാവണവും എന്നുള്ള വിഷയം മുറുകെ പിടിക്കുന്നവർക്കാണ് അത് ലഭിക്കുന്നത്. यीशु मसीह के कलीसिया के उठाए जाने नामक उस संदेश पर विश्वास कर जकड़ बनाए रखने वाले को वो मुकुट मिलता है. ആമേൻ. ചിലർ അതിൽ വിശ്വസിക്കാത്ത ധാരാളം പേരുണ്ട്. कुछ लोग हैं जो इस पर विश्वास नहीं करते हैं. യേശുക്രിസ്തുവിന്റെ രഹസ്യവരവിനെ വിശ്വസിക്കാത്തവര്, यीशु मसीह के गुप्त आगमन पर कुछ लोग विश्वास नहीं करते हैं. കർത്താവ് പരസ്യമായി വരുമെന്നോ രണ്ടാമത് വരുമെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ऐसा विश्वास जरूर करते हैं कि यीशु मसीह दोबारा आएगा, सबके सामने आएगा. എന്നാൽ ഉൽപ്രാവണ സന്ദേശം മുറുകെ പിടിക്കുന്നവര്, അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ऐसे उठाए जाने वाले उस संदेश पर विश्वास करने वालों के लिए प्रभु का धन्यवाद. അവർക്കാണ് ഈ കിരീടം ലഭിക്കുന്നത്. उनको ये धार्मिकता का मुकुट मिलेगा. വാക്യം എടുത്ത് വായിച്ചാൽ പൗലോസ് പറയുന്നതെല്ലാം നമുക്ക് മനസ്സിലാകും. जब हम वाक्य पढ़ेंगे तो पौलुस के कहे गए हर चीजों को हम समझ सकते हैं. അഞ്ചാമത്തെ കിരീടം എന്ന് പറയുന്നത് തേജസ്സിന്റെ കിരീടമാണ്. और पांचवा मुकुट महिमा का मुकुट है. 1 പത്രോസ് 5:2-4 വരെയുള്ള पहला വാക്യം. पत्रस 5 का 2 से 4. അത് വിശ്വസ്തയോടുകൂടെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചവർക്കും പഠിപ്പിച്ചവർക്ക് ലഭിക്കുന്നതാ, അല്ലെങ്കിൽ വിശ്വസ്തരായ ദൈവീക ശുശ്രൂഷകർക്ക്, കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവീക ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ളതായ കിരീടമാണ്. विश्वास योग्यता के साथ प्रभु की सेवकाई करने वाले, परमेश्वर के वचन का प्रचार करने वाले, सिखाने वाले लोगों को ये मुकुट मिलेगा. ഇങ്ങനെ 5 കിരീടങ്ങളാണ് അതിനായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. और उसके लिए उन्हें पवित्र शास्त्र के अनुसार 5 मुकुट तैयार किए गए എന്നാൽ हैं. പൊതുവിൽ ഏവർക്ക് ലഭിക്കുന്ന ഒരു കിരീടം ഉണ്ടെന്ന് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. लेकिन एक और बात, हर एक को मिलने वाला एक सामान्य मुकुट होगा. ആ 5 കിരീടങ്ങൾ വിശേഷപ്പെട്ടവയാണ്. वो 5 मुकुट है, वो विशेष लोगों के लिए विशेषता के എന്നാൽ साथ. പൊതുവിൽ എല്ലാവർക്കും ലഭിക്കുന്ന കിരീടമുണ്ട്. लेकिन आम तौर पे सबको मिलने वाला एक मुकुट है. അതിന്റെ ആധാരം വെളിപ്പാട് പുസ്തകം 4-11 വാക്യമാണ്. और प्रकाशित वाक्य 4:11 के आधार पर അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. इस प्रकार वहां लिखा है, കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും हे प्रभु तू सब कुछ को बनाने वाला, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും और सब कुछ आपकी मर्जी के अनुसार उत्पन्न हुआ, സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ उनकी सृष्टि आपकी मर्जी में हुई, മഹത്വവും ബഹുമാനവും ശക്തിയും കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൽ മുൻപിൽ ഇട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. और ये कहकर कि महिमा और आदर और शक्ति केवल आपकी है कहे, उन्होंने अपने मुकुट नीचे सिंहासन के सामने धरती पर डाल दिए. അവിടെ കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ 24 മൂപ്പന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. परमेश्वर के सिंहासन के सामने उन 24 प्राचीनों के बारे में लिखा गया है. അവർ പ്രാപിച്ചതായ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുൻപിൽ ഇട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. और वहां लिखा है कि उनको जो मुकुट मिले थे उन्होंने अपने सारे मुकुट सिंहासन के सामने नीचे डाल दिए. 24 മൂപ്പന്മാര് പഴയ നിയമ പുതിയ നിയമ സഭകളുടെ പ്രതിനിധികളാണ്. ये 24 प्राचीन है, पुराने नियम और नए नियम की कलीसिया के प्रतिनिधि हैं. അപ്പോൾ സഭകൾക്ക് പൊതുവായി കൊടുക്കുന്ന ഒരു കിരീടത്തെയാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് तो हम കഴിയുന്നത്. देख सकते हैं कि ये जो मुकुट है वो ये आम तौर पर कलीसिया को सबको मिलने वाला एक രാജാതി मुकुट है. രാജാവാണല്ലോ കർത്താവ്. प्रभु हमारा राजाधि राजा है, നമ്മളെ കർത്താവിന്റെ സഭയെ രാജാക്കന്മാരായി വെച്ചിരിക്കുകയാണ്. और अपनी कलीसिया को भी उसने राजा के तौर पे रखा हुआ है. അങ്ങനെയാണെങ്കിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച കർത്താവിൽ ചേർക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് ഒരു കിരീടം ലഭിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. और ऐसा है तो इन सभी प्रभु में आए हुए सभी पवित्रों को मुकुट का मिलना कहीं भी गलत नहीं है. എന്നാൽ ഈ കിരീടങ്ങൾ ദൈവത്തെ ഉയർത്തുവാനും പുകഴ്ത്തുവാനും ദൈവം തന്റെ ജനത്തിന് കൊടുക്കുന്ന താലന്തുകളായാണ് ചില വേദപണ്ഡിതന്മാർ കണക്കാക്കുന്നത്. लेकिन कुछ विज्ञाता इस प्रकार मानते हैं कि प्रभु के द्वारा लोगों को उसे उठाने के लिए, लोगों के सामने फैलाने के लिए दिए गए तोड़ों के उपयोग के आधार पर ये मुकुट मिलेगा. അങ്ങനെയുള്ള വേദപണ്ഡിതൻ ഇങ്ങനെ ആശയം വെച്ച് പുലർത്തുന്ന വേദപണ്ഡിതന്മാർ പറയുന്നത്, और ऐसे बाइबल के ज्ञाता इस प्रकार का विचार क्यों बताते हैं? ഏറ്റവും വലിയത് ലഭ്യമാകുന്നതിന്റെ അർത്ഥം ഏറ്റവും അധികം കഴിവ് ലഭിക്കുന്നു എന്നർത്ഥമാണ്. और सबसे बड़ा मुकुट पाने का मतलब सबसे ज्यादा योग्य जिसने खुद को दिखाया उसको मिलता है. ആമേൻ. പ്രൈസ് ദി ലോർഡ്. आमीन. തുടർന്ന് എന്താണ് സ്വർഗ്ഗത്തിൽ നടക്കുന്നത്? उसके बाद में स्वर्ग में क्या होता है? യേശു ക്രിസ്തുവിന്റെ രാജാഭിഷേകമാണ്. यीशु मसीह का राज्याभिषेक है. രാജാഭിഷേകമാണ്. राज्याभिषेक है. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ दूसरे शब्दों में കർത്താതി കർത്താവായി, രാജാതി രാജാവായി, प्रभु के तौर पर, राजाओं के राजा के तौर पर പിതാവായ ദൈവം പുത്രനെ അഭിഷേകം ചെയ്യുന്നത്. पिता परमेश्वर पुत्र यीशु का अभिषेक करेगा. വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. प्रकाशित वाक्य 11 के 15 में
हम उसे देख सकते हैं। ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ जब सातवें स्वर्गदूत ने तुरही फूंकी ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. और पूरे राज्य हमारे प्रभु और हमारे मसीह के हो गए हैं, അവൻ എന്തെന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം और ഉണ്ടായി. स्वर्ग में एक बड़ा नाद हुआ कि वो हमेशा हमेशा के लिए राज करेगा। ഇത് പിതാവാൻ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ രാജാതിരാജാവായി അഭിഷേകം ചെയ്യുന്നതിനെയാണ് കാണിക്കുന്നത്. और ये पिता परमेश्वर के द्वारा पुत्र यीशु मसीह को दिए जाने वाले राज्याभिषेक को दिखाता है। ദൈവസഭയുടെ മുൻപാകെ परमेश्वर की कलीसिया के सामने ആമേൻ പിതാവായ ദൈവം पिता परमेश्वर പുത്രനെ അഭിഷേകം ചെയ്യുന്നതാണ്. पुत्र को अभिषेक देता है। കർത്താവിന് സ്തോത്രം ഉണ്ടാകട്ടെ. परमेश्वर को हम महिमा देते हैं। അടുത്തത് വിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന अगला विश्वासियों को मिलने वाला सौभाग्य, നാലാമത്തെ പദവി എന്ന് പറയുന്നത് चौथा सौभाग्य, വിശ്വാസികൾ ക്രിസ്തുവുമായുള്ള വിവാഹത്തിൽ പ്രവേശിക്കും. विश्वासी मसीह के साथ में विवाह बंधन में बंधेंगे। അതായത് ഈ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ ശേഷം ये सारी बातें जिनके बारे में हमने कहा वो होने के बाद ക്രിസ്തു തന്റെ സഭയെ സ്വർഗത്തിൽ വെച്ച് വേളി കഴിക്കുന്നതാണ്. मसीह अपनी कलीसिया के साथ में बीच आसमान में विवाह करेगा। വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ दूसरे शब्दों में ക്രിസ്തു തന്റെ സഭയെ കൈകൊടുത്ത് സ്വീകരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. हम ये विश्वास करते हैं कि परमेश्वर यीशु मसीह कलीसिया को हाथ देकर स्वीकार करते हैं। വെളിപ്പാട് പുസ്തകം 19 അധ്യായം 7 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, प्रकाशित वाक्य 19 के 7 में लिखा है, സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കാം. हम खुशी के साथ आनंद के साथ उसको महिमा दें। കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്നാണ്. मेमने का विवाह आ पहुंचा है। അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. उसकी दुल्हन भी खुद को तैयार रखे है। ചില പിക്ചറുകളൊക്കെ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ളത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ ഇവിടെ കാണാവുന്നതാണ്. आप यहाँ पे उससे संबंधित तस्वीरें देख सकते हैं। കാന്ത ഒരുക്കപ്പെട്ട ആ കാന്ത ആമേ കർത്താവിനോടുകൂടെ വേളി കഴിക്കും. वो तैयार दुल्हन प्रभु परमेश्वर के साथ प्रभु के साथ में विवाह करेगी। ആമേൻ. ആമേൻ. അങ്ങനെ മഹനീയമായ ഒരു അനുഭവം അവിടെ ഉണ്ടാകും. और इस प्रकार एक बहुत ही महनीय अनुभव हो मिलेगा। സാധാരണയായിട്ട് നമുക്ക് അറിയാം വിവാഹം കഴിഞ്ഞാൽ പിന്നെ എന്താണ് നടക്കുന്നത്. आमतौर पर क्या होता है, विवाह के तुरंत बाद തീർച്ചയായിട്ടും വിവാഹം കഴിഞ്ഞാൽ പിന്നെ വിവാഹ സദ്യയുണ്ട്. निश्चित तौर पर विवाह के बाद में विवाह भोज होता है। യാതൊരു സംശയമില്ല, സ്വർഗത്തിലും സദ്യ ഉണ്ടായിരിക്കും. कोई शक नहीं, स्वर्ग में भी भोज होगा। വെളിപ്പാട് പുസ്തകം 19 അധ്യായം 9 വാക്യം നമ്മോട് എന്താ പറയുന്നത്? प्रकाशित वाक्य 9वां अध्याय उसका 9वां पद हमसे क्या कहता, 19 का 9 क्या कहता है? ഇതെല്ലാം സ്വർഗത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ये सारे स्वर्ग में होने वाली घटनाएं हैं। നമ്മൾ ഈ സമയം മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, एक और बात हमें समझनी ഈ है, സമയം ഭൂമിയിൽ മഹോപദ്രവകാലം നടക്കുകയാണ്. इस समय पृथ्वी पर नीचे महाक्लेश हो रहा है। 7 വർഷമുള്ള എതിർ ക്രിസ്തുവിന്റെ ഭരണകാലം നടക്കുകയാണ്. 7 साल वो मसीह विरोधी का राज चल रहा है। ക്രിസ്തുവിന്റെ സഭ അപ്പോൾ സ്വർഗത്തിലാണ്. उस समय मसीह की कलीसिया स्वर्ग में है। അപ്പോൾ പ്രതിഫലം ലഭിച്ച സഭ, और प्रतिफल पाने वाली कलीसिया കർത്താവിനോടുകൂടെ വിവാഹത്തിൽ പ്രവേശിച്ച സഭ, और प्रभु के साथ विवाह के संबंध में आई वो कलीसिया തുടർന്ന് കല്യാണ സദ്യയിലേക്ക് പ്രവേശിക്കും. उस विवाह भोज में आती है। വെളിപ്പാട് 19:19 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, प्रकाशित वाक्य 19 के 9 में लिखा है, പിന്നെ അവൻ എന്നോട് फिर उसने मुझसे कहा, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ये लिख कि विवाह मेमने के विवाह भोज में आमंत्रण पाए हुए लोग धन्य हैं। ഇത് ദൈവത്തിന്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. और उसने मुझसे कहा, ये परमेश्वर का सच्चा वचन है। യോഹന്നാനോട് പറഞ്ഞ കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. यूहन्नान को बताई गई बात यहाँ पे लिखी है। കൂടാതെ നമുക്ക് വേറൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ, इतना ही नहीं है, एक और बात जब हम सोचते യേശു हैं, തന്റെ ശിഷ്യന്മാരോടൊപ്പം കഴിച്ച അത്താഴ ശേഷം यीशु मसीह ने अपने चेलों के साथ में जो अंतिम भोज खाया था, കർത്താവ് ഇപ്രകാരം പറയുണ്ടായി, उसके बाद में यीशु ने कहा, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ जब तक मैं पिता के राज्य में नई दाखरस खुद न पी लूं, ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. तब तक मैं कभी भी मैं इस राज्य में दोबारा उस भोज में भाग लेने से पहले तक मैं दोबारा इसमें भाग नहीं लूंगा। മത്തായി സുവിശേഷം 26 അധ്യായം 29 വാക്യത്തിലാണ്. और मत्ती का सुसमाचार 26 के 29 में हम उसे देख सकते हैं। അപ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ സ്വർഗരാജ്യത്തിൽ പിതാവിന്റെ രാജ്യത്തിൽ അഥവാ സ്വർഗത്തിൽ അത് നടക്കുക തന്നെ ചെയ്യും. और स्वर्ग राज्य में ये भोज अवश्य होगा। തന്നെയുമല്ല, ഈ വിരുന്ന് സ്വർഗത്തിൽ സന്തോഷപൂർണമായി വിരുന്ന്
ആമേ നീണ്ടു നിൽക്കും, നാളുകൾ നീണ്ടു നിൽക്കും എന്ന് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. और इतना ही नहीं है, इस बात में भी कोई गलती नहीं है सोचने में कि ये जो भोज है वो काफी दिन तक स्वर्ग में चलेगा। ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, एक उदाहरण यदि बताओ, ബൈബിളിലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, बाइबल का उदाहरण बताओ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന അഹശ്വേരോശ് എന്ന് പറയുന്നതായ ഒരു രാജാവ് इस पृथ्वी पर राज करने वाला एक राजा अर्थक्षेत्र തന്റെ വിവാഹ വിരുന്ന് अपने विवाह भोज को 7 ദിവസം ആഘോഷിച്ചതായിട്ട് വായിക്കുന്നു. उसने 7 दिन तक मनाया। അങ്ങനെയെങ്കിൽ यदि ऐसा है तो രാജാതി രാജാവായ യേശു ക്രിസ്തുവിന്റെ വിവാഹ വിരുന്നും राजाधि राजा यीशु मसीह का विवाह भोज भी ആമേ സ്വർഗത്തിൽ ദീർഘനാളുകൾ നടക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. हम ये अनुमान लगा सकते हैं कि स्वर्ग में काफी लंबे समय तक चलेगा 7 ദിവസമല്ല 7 വർഷം തന്നെ നടക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. Praise और the Lord. 7 दिन नहीं 7 साल तक वो हो सकता है। ആമേ സ്വർഗത്തിൽ പ്രിയമുള്ളവരെ എല്ലാം സമൃദ്ധിയായിട്ടുണ്ട്. स्वर्ग में हे प्रियो सब कुछ बड़ी समृद्धि के साथ है, ഒന്നിനും കുറവില്ല. Praise the Lord. किसी चीज की वहाँ कमी नहीं है। ആമേ സ്വർഗത്തിൽ മുന്തിരി തുടങ്ങിയ കായ്കനികളും മന്നയും ഒക്കെ ഉണ്ട്. और स्वर्ग में दाखरस हो, मन्ना हो इत्यादि सब कुछ उपलब्ध ചിലർ है। വിചാരിച്ചിരിക്കുന്നത് ആമേ ഈ രൂപാന്തരം പ്രാപിച്ച ശരീരത്തിൽ ഭക്ഷിക്കാൻ കഴിയത്തില്ല എന്നാണ്. और कुछ लोगों का मानना है कि रूपांतरण पाए हुए शरीर कुछ खा नहीं सकता है। എന്നാൽ നമ്മൾ മഹത്വ ശരീരം പ്രാപിച്ചു കഴിയുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നത്, ആ ശരീരത്തിൽ ഭക്ഷണം കഴിക്കാവുന്നതാണ്. लेकिन रूपांतरित शरीर जो है वो भी भोजन कर सकता है। നമുക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണം കഴിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ലേ? हम यीशु मसीह के दोबारा जन्म जिंदा होने के बाद में चेलों के साथ बैठकर भोजन करने के बारे में हम पढ़ते അപ്പൊ हैं। ഭക്ഷണം കഴിക്കുന്നതിന് ഉയർത്തെഴുന്നേറ്റ ശരീരം ഒരു തടസ്സമല്ല. तो भोजन करने में पुनरुत्थान पाया हुआ शरीर रुकावट नहीं है, എന്നാൽ ജീവിക്കാൻ വേണ്ടിയല്ല, लेकिन वहां पे वो जीने के लिए नहीं खाते, എന്നാൽ ആ ശരീരത്തിൽ ഭക്ഷണം കഴിക്കാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. क्योंकि उस शरीर में स्वतंत्रता है कि जब चाहे वो भोजन कर सकता है। അങ്ങനെ മഹനീയമായ ആമേൻ വിരുന്ന് ആമേൻ സ്വർഗത്തിൽ നടക്കും. और ऐसा एक बड़ा भोज स्वर्ग में होगा। കർത്താവിന് സ്തോത്രം ഉണ്ടാകട്ടെ. प्रभु को हम धन्यवाद देते ഈ हैं। യുഗങ്ങളിലൂടെയുള്ളതായ ഒരു നമ്മുടെ ചാർട്ട് ഇവിടെ ഞാൻ ഇപ്പോൾ ഈ സമയത്ത് കാണിക്കുന്നുണ്ട്. और युगों में परमेश्वर की योजना को दिखाने वाला एक चार्ट मैं आपको दिखा रहा ഈ हूँ। എന്റെ ഈ ആരോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും और वहां पे मेरे उस तीर के निशान को देखोगे तो पता चल നമ്മളിപ്പോൾ जाएगा എവിടെയാണ് വന്നെത്തിയിരിക്കുന്നതെന്ന്. कि आज हम कहाँ पर आज पहुंचे हैं। നമ്മളത് ഇവിടെ ലവോദിക്ക പീരീഡ് സഭയുടെ 7ാമത്തെ പീരീഡിൽ വന്നിരിക്കുകയാണ്. हम आज लौदीकिया कलीसिया के उस समय में आ पहुंचे हैं। ഇത് കഴിഞ്ഞ ശേഷം उसके बाद സഭ ഇവിടുന്ന് എടുക്കപ്പെടും. कलीसिया यहाँ से उठा ली जाएगी। ഇതാണ് ആ സഭ എടുക്കപ്പെടുന്ന പിക്ചർ ഇവിടെ और കാണിച്ചിട്ടുണ്ട്. कलीसिया के उठाए जाने की तस्वीर है ഇവിടെ वो। മുകളിൽ നിങ്ങൾ കാണുന്നത് वहां पे ऊपर देख सकते हैं, അഥവാ 3ാം സ്വർഗത്തിൽ കാണുന്നത് वो तीसरे स्वर्ग में देख सकते हैं യേശുവിന്റെ ന്യായാസനമാണ്. कि यीशु मसीह का न्यायासन ഇവിടെ है। വിശ്വാസികൾക്ക് പ്രതിഫലം കൊടുക്കുന്നതാണ്. और वहां पे वो विश्वासियों को प्रतिफल दे रहा അത് है। കഴിഞ്ഞ ശേഷം ഇവിടെ നിങ്ങൾ കാണുന്നത് उसके बाद आप देख सकते हैं കർത്താവ് തന്റെ സഭയാം മണവാട്ടിക്ക് കൈ കൊടുത്ത് സ്വീകരിച്ച് വിവാഹം കഴിക്കുന്നതാണ്. और प्रभु किस प्रकार अपने दुल्हन का हाथ पकड़कर विवाह करता है। അത് കഴിഞ്ഞ ശേഷം പിതാവാകുന്ന ദൈവം തന്റെ പുത്രനെ സഭയുടെ മധ്യ വെച്ച് പട്ടാഭിഷേകം ചെയ്ത കാര്യമാണ് ഇവിടെ കാണുന്നത്. और उसी के बाद में पूरी कलीसिया के सामने पिता परमेश्वर अपने पुत्र यीशु मसीह का राज्याभिषेक करते हैं। അതിനോടൊപ്പം തന്നെ വിവാഹ വിരുന്ന് നടക്കും. और उसी के साथ विवाह का भोज होता है। ആ സമയത്ത് ഇവിടെ ഭൂമിയിൽ ഈ കാണുന്നതായ പിക്ചർ നിങ്ങൾ കാണുന്നല്ലോ, ഇവിടെ ആണ് ആ 7 വർഷത്തെ മഹോപദ്രവകാല പീരീഡ്. और उसके बाद में पृथ्वी पर ये जो तस्वीर देख रहे हैं वो 7 साल का महाक्लेश का समय होगा। ഞാനിപ്പോൾ ഈ പിക്ചർ ഇവിടെ കാണിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ये मैंने तस्वीर दोबारा आपको क्यों दिखाई, നമ്മൾ ഈ പിക്ചറിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പഠനം ക്രമീകരിച്ചിരിക്കുന്നത്. क्योंकि इसी तस्वीर के आधार पर हमने अपने अध्ययन को तैयार किया അപ്പോൾ है। നമ്മൾ എവിടെ വരെ വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതായ നിങ്ങൾക്കൊരു അറിവ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. तो आप ये जानकारी पा चुके होंगे कि हम कहाँ तक पहुंच गए हैं। എന്നാൽ സ്വർഗത്തിൽ ഇങ്ങനെയുള്ള ഒരു വലിയ അത്താഴം നടക്കുമ്പോൾ और जब स्वर्ग में इतना बड़ा भोज होगा, ആ സമയത്ത് ഭൂമിയിൽ വലിയൊരു അത്താഴവും നടക്കാൻ പോകുന്ന വേദപുസ്തകം പറയുന്നു. और बाइबल कहते हैं कि उस समय पृथ्वी पर भी एक बड़ा भोज होने वाला है। ആമേ ഭൂമിയിലെ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സഹസ്രാജന്മാരുടെയും മാംസം ഭക്ഷിക്കാനായിട്ട് കഴുകന്മാരെ വിളിക്കുന്ന സംഭവം നമുക്ക് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ 31 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. प्रकाशित वाक्य 17 के 21 से और 31 में पढ़ सकते हैं कि वहां पर मरने वाली लोथों को खाने के लिए, नोचने के लिए एक बहुत बड़े गिद्धों की सेना को बुलाया जा रहा है। ആമേ ക്രിസ്തുവിന്റെ സഭ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഭൂമിയിലെ 7 വർഷത്തെ
മഹോപദ്രവം जब നടക്കുകയാണ്. मसीह की कलीसिया स्वर्ग में होगी तो नीचे धरती पर 7 साल तक महाक्लेश का समय होगा. ആമേൻ. അതിൽ അഞ്ചാമത്തെ ന്യായവിധി കലശത്താൽ യേശുക്രിസ്തുവിന്റെ ആമേൻ സിംഹാസനം ഇരുണ്ടു പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. और उसमें 5वें उस दंड के अंदर जब उस कटोरे को उंडेला गया तो वहां पर मसीह के अंदर हुए हम उसके भाग को देख सकते हैं कि किस प्रकार एक बड़ी महामारी वहां पर आती है, पूरा अंधेरा छा जाता है. യേശുക്രിസ്തുവിന്റെ ആമേൻ സിംഹാസനം ഇരുണ്ടു പോയതായി നമ്മൾ കാണുന്നുണ്ട്. वहां पे यीशु मसीह के सिंहासन के യേശുക്രിസ്തുവിന്റെ मसीह विरोधी के सिंहासन के अंधेरे में हो जाने को हम देख सकते हैं. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് കാണുന്നത്. प्रकाशित वाक्य 16 के 10 से 11 में उसे पढ़ सकते हैं. ഞാൻ ഈ കാര്യം എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ये भाग मैंने क्यों बताया, ഇതിനെ തുടർന്നാണ് उसके ही आगे നമുക്ക് അർമഹദോൻ യുദ്ധത്തെ കുറിച്ച് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത്. बाइबिल हमें हर मगिदोन युद्ध के बारे में बताती है. അഥവാ ആറാമത്തെ ന്യായവിധി കലശം या फिर यूं कहें 6वां जो कटोरा जो है യൂഫ്രട്ടീസ് നദിയിൽ ഒഴിക്കുന്നതിനാൽ जब उसको एफ्रात नदी पे डालेंगे അർമഹദോൻ യുദ്ധത്തിനായി സൈന്യങ്ങൾ വന്നു ചേരാൻ വഴി ഒരുങ്ങപ്പെടുന്നതായിട്ട് അവിടെ तो വായിക്കുന്നുണ്ട്. वहां पे पढ़ सकते हैं कि हरमगिदोन युद्ध के लिए सेना के आने के लिए जगह तैयार हो जाती है അർമഹദോൻ യുദ്ധം ഇതിനോട് ചേർന്ന് നടക്കുന്നതായിരിക്കും. और उसी के साथ हरमगिदोन युद्ध होगा. കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവോടുകൂടെ നടക്കുന്ന സംഭവമാണ് അർമഹദോൻ യുദ്ധം. यीशु मसीह के दूसरे आगमन के तुरंत बाद होने वाली घटना है हरमगिदोन युद्ध. ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് തുടർന്ന് അതിനോട് ചേർന്നുള്ള വിഷയങ്ങൾ നമുക്ക് പിന്നീട് और ചിന്തിക്കാവുന്നതാണ്. उससे संबंधित विषय हम हमारे अगले भागों में उसके ऊपर विचार विमर्श करेंगे. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ജനത്തിന് എത്ര വലിയ ഭാഗ്യ പദവികളാണ് ദൈവം വെച്ചിരിക്കുന്നത്. परमेश्वर ने अपने लोगों के लिए कितने बड़े सौभाग्य दे रखे हैं. നമുക്ക് അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങാം. हम भी उन सबको पाने के लिए तैयार हो जाएं. ദൈവമാകുന്ന കർത്താവ് നമ്മളെ അതിനായി ധാരാളമായി प्रभु അനുഗ്രഹിക്കട്ടെ. परमेश्वर हम सबों को आशीष दे. ആമേൻ. आमीन.